90കളിൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ നടിയായിരുന്നു സംഗീത. ചാവേറിലൂടെ തിരിച്ചെത്തിയ നടി ഇപ്പോൾ മലയാളത്തിൽ വീണ്ടും സജീവമാകുകയാണ്. മോഹൻലാൽ നായകനാകുന്ന സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിൽ പ്രധാന വേഷത്തിൽ സംഗീത എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാർത്തയ്ക്ക് അടിസ്ഥാനമാകുന്നത്. 32 വർഷത്തിന് ശേഷം മോഹൻലാലുമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ വളരെ ആകാംക്ഷയുണ്ടെന്നും സത്യനന്ദിക്കാടിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നത് വലിയ ആഗ്രഹമാണെന്നും പറയുകയായിരുന്നു സംഗീത. ഒരിക്കൽ സത്യനന്ദിക്കാടുമായി ഒന്നിക്കേണ്ട അവസരം വന്നെങ്കിലും അന്ന് നഷ്ടമായെന്നും സംഗീത പറയുകയുണ്ടായി. സത്യൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. മുൻപ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് ക്യാൻസലായി. പിന്നീട് ഹൃദയപൂർവ്വത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട സമയത്ത് മാത്രമേ അത് സംഭവിക്കുള്ളൂ എന്നാണ് സത്യൻ സാർ പറഞ്ഞത്. ഹൃദയപൂർവ്വത്തിൽ എന്റെ ക്യാരക്ടർ മുംബൈയിലെ ഒരു മോഡേൺ ക്യാരക്ടറാണ്. സത്യൻ സാർ ഇത്ര മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. നാടോടിയിലാണ് ഞാൻ ലാലേട്ടനെ ആദ്യമായി കാണുന്നത്. അതിനുശേഷം പുള്ളിയെ കാണുന്നത് ഇപ്പോഴാണ്. അടുത്ത വർഷം ജനുവരിയിൽ ഈ പടത്തിന്റെ ഷൂട്ട് തുടങ്ങും. ബാക്കിയൊന്നും എനിക്കറിയില്ല എന്നും സംഗീത പറയുന്നുണ്ട്. ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഒരു സാധാരണക്കാരനായി എത്തുന്ന മോഹൻലാൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സത്യനന്ദിക്കാട് ചിത്രമായിരിക്കും ഇതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു എന്റർടൈൻമെന്റ് സിനിമ. നമ്മൾ എന്താണോ മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയായിരിക്കും നമുക്ക് ഈ ചിത്രത്തിലൂടെ ലഭിക്കുക. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഗംഭീര കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ എത്തുന്ന ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ. ആ കാത്തിരിപ്പ് നടത്തുമ്പോൾ ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം സംഗീതയും മറ്റൊരു നായിക ഐശ്വര്യ ലക്ഷ്മിയുമാണ്. ഐശ്വര്യ ലക്ഷ്മിയുടെയും തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന്റെ പരാജയം ഐശ്വര്യ ലക്ഷ്മിയുടെ സിനിമാ കരിയർ ശരിക്കും അവസാനിച്ചു എന്നൊരനുഭവം വരെ ഉണ്ടായ അവസ്ഥ ഉണ്ടായി. കിങ് ഓഫ് കൊത്തയുടെ പരാജയം വല്ലാതെ ഐശ്വര്യ ലക്ഷ്മിയും ബാധിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം തനിക്ക് സിനിമ കിട്ടില്ലെന്ന് പേടിച്ചിരുന്നു എന്ന് ഐശ്വര്യ ലക്ഷ്മിയും വ്യക്തമാക്കുന്നുണ്ട്. ആ രീതിയിലാണ് ട്രോളുകൾ വന്നതെന്നും അതിനുശേഷം താല്പര്യമുള്ള സംവിധായകരെ വിളിച്ച് താൻ അവസരം ചോദിക്കുകയായിരുന്നുവെന്നും ഐശ്വര്യലക്ഷ്മി പറയുകയും ചെയ്തിരിക്കുന്നു. കിങ് ഓഫ് കൊത്ത കഴിഞ്ഞ സമയത്ത് ഇനി എനിക്ക് സിനിമ വരില്ല എന്നൊക്കെ വിചാരിച്ചു പോയിട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് ട്രോളുകൾ വന്നത്. എന്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യും എന്ന സമയത്ത് എനിക്ക് വന്നത് പ്രധാന കഥാപാത്രങ്ങളായിരുന്നില്ല. അതും നല്ല കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നു. പൂങ്കഴലി പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ആ സിനിമയിൽ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യത്യാസമില്ല. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ വിളി കൂടുതൽ വരാൻ തുടങ്ങി. എനിക്ക് ചെറിയൊരു ടെൻഷനായി. എനിക്ക് താല്പര്യമുള്ള സംവിധായകരെ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്തെങ്കിലും നല്ല കഥാപാത്രങ്ങൾക്ക് ഞാൻ അനുയോജ്യയാണെങ്കിൽ അതിനായി എന്നെ വിളിക്കണം, പരിഗണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരുപിടി നല്ല ചിത്രങ്ങളിലേക്ക് ഐശ്വര്യലക്ഷ്മിയും എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലേക്ക് ഐശ്വര്യലക്ഷ്മിയുടെയും വരവ് എന്ന് പ്രതീക്ഷിക്കാം. ഹലോ മമ്മിയാണ് ഇനി ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ഐശ്വര്യയുടെ പുതിയ ചിത്രം. ഈ ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസാകുകയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഒരു വ്യത്യസ്തമായ മലയാള സിനിമ തന്നെ സംഭവിക്കുകയാണ് ഹലോ മമ്മിയിലൂടെ. നവാഗതനായ വൈശാഖ് എലൻസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷറഫുദ്ദീനാണ് നായകൻ. നവംബർ 21 ചിത്രം തിയേറ്ററിലേക്ക് എത്തും.